നീ സബ് ചെയ്തു കാണും. ആ ലൈവ് എനിക്കിഷ്ടമാ. എനിക്ക് കിട്ടുമോ? ഷോ മലാക്കേ, പോയി പണി നോക്ക് പെണ്ണുമ്പിള്ളേ. ഷാജി, ഇത് നമ്മുടെ ഷാജിയാണോ? ഷാജിയേ പറ, ഷാജിയേ പോയി പണി നോക്ക് എന്ന് പറയാനേ. സാബി വ്ളോഗ് യൂട്യൂബിൽ അടിച്ചാൽ വരും പൊട്ട. എന്നെ കണ്ടാൽ പിന്നെ നീ എന്നെ വിടില്ല. എൻ്റെ കളി കെട്ടിയാൽ അതോടെ നിനക്ക് കടി ശരിക്കും മാറുകയും. ഷോ, ഞാൻ പേ പിടിച്ച പട്ടികളെ തേടി പോവാറില്ലട എൻ്റെ പാവത്തങ്ങളെ കേട്ടോ. നിൻ്റെ പെണ്ണുമ്പിളയ്ക്കെന്നെ നിന്നെ വേണ്ട, എന്നിട്ടല്ലേ എനിക്ക് ഇപ്പടാ. ഇജി ഏത് പറഞ്ഞിട്ടിട്ടും കാര്യമില്ലടി, എൻ്റെ സംസ്കാരം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓഹോ, ഇപ്പം അങ്ങനെയായോ? എടാ ഇത്താത് അവനൂർ കെട്ടി ജലീൽ ജയിക്കുമോ? കെട്ടി ജലീൽ ജയിക്കുമോയെന്ന് സാധ്യത തീരെ കുറവാണെന്നുള്ളത് ഇവരുടെ ഉപ്പ പറയണത്. എനിക്ക് കെട്ടി ജലീൽ ജയിക്കാൻ സാധ്യത കുറവാണെന്ന് പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്തോ തുച്ഛമായ വോട്ടുകൾക്കാണ് ജയിച്ചതെന്നൊക്കെ പറയണു. ഞങ്ങളിവിടെ അടി. കാരണം ആൾ കോൺഗ്രസ്സാണ്, കട്ട കോൺഗ്രസ്സാണ്. എന്നോട് വോട്ട് ചെയ്യാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ചീങ്ങി മാത്രം വോട്ട് ചെയ്യാൻ പോയാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കൂടി ഞങ്ങളുടെയൊക്കെ ഒരാവശ്യം വരുമ്പോൾ അതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കും കേട്ടോ. അത് വേറെ കാര്യം. ഹായ് ഡേഷ് മോനെ മലാക്കേ. വിശ്വസിച്ചു പണി കിട്ടി എന്നിട്ട് കിടന്നുരുളുന്നു. എടി ലിപ്സ്റ്റിക്ക് പോലെ ഇസ്ലാമിൽ ഹറാമാണ് കരുതി. ആയിക്കോട്ടെ, അണക്കെന്താ, ഞാനല്ലേ ഇട്ടേക്കണത്. ഹായ്, ഞാൻ ന്യൂ ആണ്. ആയിക്കോട്ടെ. സുഭാഷ് കുമാർ, താത്താനെ കാണാൻ നല്ല മൊഞ്ചീൻസുണ്ട്. ഉറങ്ങിക്കൂടെ താത്താട്ടെ. ഷാജി, നീ എന്തുവാണ് അങ്ങനെ മാറിയത് എൻ്റെ ഷാജി? പറ ഷാജി. ഇനി ഇവിടെ വന്ന് ബാഡ് കമൻറ്റ് ഇട്ട് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട ഷാജി? പറ. നമ്മുടെ ഷാജി കുട്ടനെ എന്നും രാത്രിയാകുമ്പോൾ ഒന്ന് വിളിക്കുമോ? സമയമുണ്ടോ വർത്താനം പറയാൻ? നമുക്ക് കുറച്ചേരുന്ന് വർത്താനം പറഞ്ഞാലോ? വരുമോ? ലൈവ് കോള് വിളിക്കുമോ? അങ്ങനെ ഞാനിന്ന് ഒരടപെടുത്തൂല്ല എൻ്റെ ഷാജി ചേട്ടാ. പാടാ കിടന്നിട്ട് അവനെ നീക്കുന്നു. ഗതീച്ച വീട് എവിടെ? എൻ്റെ പൊന്നാര മക്കളെ, കുറേ ആളുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഒക്കെ കിളവന്മാരാ. ഇത്രയും മുട്ടി നിൽക്കുന്ന കിളവന്മാരനെ ഇത്രയും ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അറിയാത്. ഞാൻ ഇന്നാണ് ലൈവ് കാണുന്നത്. ആയിക്കോട്ടെ. നീ ഇപ്പോൾ പോകുമോ? ഇല്ലല്ലോ ചേച്ചി, തെറി വിളിക്കാതെ. ഇല്ലടാ താത്ത, ഹിജാബ് താഴ്ത്തി സംസാരിക്കും. നിങ്ങളെവിടെ സ്ഥലം? ഞങ്ങൾ താവനൂരാടാ, കുറ്റിപ്പുറം താവനൂർ, അറിയോ? പീനൽ കോഡ് ഡാഷ്. നിനക്ക് നല്ല ചുരിദാർ ഇട്ട് അല്ലെങ്കിൽ നല്ല സാരി ഇട്ട് ലൈവ് ചെയ്തൂടെ? എന്നാൽ കാണാൻ നല്ല മൊഞ്ചന ഉണ്ടായിരിക്കും. എന്തുവാടാ ഷെരീഫേ, നീ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഷെരീഫ് എന്നുള്ള പേര് വെച്ചിട്ട് നിനക്ക് ചുരിദാർ ഇട്ട് വന്നൂടെ? നിനക്ക് സാരി ഉടുത്ത് വന്നൂടേന്ന്? അച്ചട്ട പേരിൽ വേടാന്ന് ഞാനൊന്ന് കാണട്ടോ, കൊത്തിയാവുന്നടാ. താത്ത ഹിജാബ് താഴ്ത്തി സംസാരിക്കേ. അത്രടുത്ത് ക്യൂയിൽ തിരുവ്. നീ ഇപ്പോൾ തള്ളയുടെ അവിടെ തിരുകിക്കൊണ്ടിരിക്കുകയാണോടാ? ഡാഷ് കുടിക്കാൻ നിനക്ക് നല്ല ഇഷ്ടമല്ലേ മുത്തേ? പിന്നെ ഞാൻ എൻ്റെ കെട്ടിയൻ്റെ കുടിക്കലിട്ടാ. നിൻ്റെ പെണ്ണുങ്ങൾ നിൻ്റെ കുടിക്കാതെ നാട്ടുകാരെ കുടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാടാ? ഭാവത്തങ്ങൾക്ക് അങ്ങനെ ഒരു വിധി. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് നിന്നെ കടലിൽ നീ എന്ത് ചെയ്യും ആയിഷ? സുബൈക്ക് നിസ്കരിച്ച് സുഖം തെണ്ടി പോയാൽ അല്ലേ നിനക്ക് ചത്തൂടെ? കണ്ടവന്മാരോട് സുഖിച്ച് കുട്ടികളെ ഉണ്ടാക്കി ഇടും. ആ മക്കളെ ഒക്കെ എന്തിനാ ഇങ്ങനെ നാട്ടിക്കുന്നേ? നിദാ ഫാത്തിമ, ഒന്ന് നിൻ്റെ വാപ്പാനോട് പറയടി. ഇപ്പം നിൻ്റെ വാപ്പാൻ്റെ മക്കളാടി ഇത് കേട്ടാ. നിൻ്റെ മക്കളെന്നെ നാട്ടിക്കണോ വേണ്ടെന്നുള്ള കോടി കിടന്നിട്ട് കേട്ടോ.
കണ്ടവന്മാരുടെ സൂചിച്ച് നടക്കണം നിൻ്റെ തള്ള. ഇപ്പോഴും നിൻ്റെ തന്തേനെ വേണ്ടാതെ അങ്ങനെ സുഖിച്ച് നല്ലോണം കാല് നല്ലോണം അങ്ങനെ വട്ടത്തിലുണ്ട് അകത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി പറയണേ അവൾ വന്നിരിക്കുന്നത്. നീ ഒരു തവണ ഇട്ട് കമൻറ്റ് ഇട്ടാ എനിക്ക് ഒരുപാട് തവണ നിനക്കത് മറുപടി തന്നിട്ട് അതേ കമൻറ്റ് കണ്ടാൽ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഒരു തവണ ഒരൊറ്റ തവണ മറുപടി കിട്ടിയാൽ ഒരൊറ്റ തവണ. ഓക്കെ, താത്ത ഹിജാബ് താഴ്ത്തി സംസാരിക്കുക. എടാ ഒരു തവണ ഇടറാ. എനിക്ക് പല തവണ ഒരു കമൻറ്റിൻ്റെ പല തവണ വായിക്കാൻ എനിക്ക് പ്രാന്താടാ. വെറൈറ്റി പോരട്ടെ എന്ന് എത്ര തവണയാടാ പറയണത്. ഇല്ല, ഒരു കമൻറ്റിന് ഞാൻ മറുപടി തന്നാൽ മതി. വാട്ട് ഈസ് യുവർ റേറ്റ്? കുറേ ആയടാ. ഖദീജ എവിടെ സ്ഥലം? ആക്കിയതല്ലേ ഞാൻ സത്യസന്ധമായി പറഞ്ഞത് ആണോ? കുറേ ഡാഷിൻ്റെ മക്കൾ എന്തിനാ വെറുതെ ഇതിനൊക്കെ വളർത്തുന്നത്? കംസൻ ഷോ വേണ്ട. വെടിച്ച് നിൻ്റെ തള്ള കരിമരുന്ന് അരച്ചതല്ലേടാ നീ. തള്ളയും കൂടി ഇവിടെ അവിടെ പോയി പറയണ ഇവരെ ആ ഒരു സപ്പോർട്ട് ചെയ്തു. അങ്ങനെയുള്ളവരൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കും കേട്ടോ. അവർ വന്നിട്ട് എൻ്റെ ലൈവിൽ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നിട്ട് പറയുകയാണ് ഇവരെ ആ ഒരു സപ്പോർട്ട് ചെയ്യരുത്. മണ്ടന്മാരല്ലേ? മണ്ടന്മാരൊക്കെ നമ്മുടെ ലൈവിൽ വേണോ? വേണ്ടല്ലോ. ഉമ്മ കിട്ടിയില്ല. അസ്സലാം വലൈക്കും ജാസ്മിൻ. വലൈക്കും അസ്സലാം. ഇവിടെ ചുണ്ട് പോകുമ്പോൾ പറയാം. എവിടെ നിൻ്റെ വോട്ട് നല്ല ഡാഷ് കൊടുക്കേണ്ടതാണ്. പാവത്തങ്ങൾ അങ്ങനെയാണോ കൊടുക്കൽ? വിളിക്കാൻ നമ്പറില്ല. എന്നെയാണോ മുത്തി? പെടാ വാട്സപ്പ് സെറ്റാക്കാം വൈഷോ. എന്തുവാണത് പറയുന്നു? അയ്യോ, 100 രൂപ ഫുൾ ബിരിയാണി തള്ളക്ക് കൊണ്ടു കൊടുക്കണം. തള്ള കുറേ സൈഡ് ബിരിയാണി കഴിച്ചിട്ട് പറഞ്ഞു തള്ളക്ക് കൊണ്ടു കൊടുക്കണം. തള്ള മലാക്ക് ഹായ് എന്ന് പറയുന്നത്. ഞാൻ ഇത്തിരി വെള്ളം കുടിച്ച് വരട്ടെ കേട്ടോ. ഭയങ്കര